ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. ഇന്ന് നടന്ന സൗഹൃദ മത്സരത്തിൽ അർജന്റീന വിജയം സ്വന്തമാക്കിയിട്ടുണ്ട്. എതിരില്ലാത്ത 2 ഗോളുകൾക്കാണ് ഹോണ്ടുറാസിനെ അവർ പരാജയപ്പെടുത്തിയത്. ഗോളും അസിസ്റ്റും നേടിക്കൊണ്ട് ലൗറ്ററോ മാർട്ടിനസ് ഈ മത്സരത്തിൽ തിളങ്ങിയിട്ടുണ്ട്. ആദ്യം അർജന്റീനയ്ക്ക് അനുകൂലമായിക്കൊണ്ട് ഒരു പെനാൽറ്റി ലഭിക്കുന്നു. 37ാമത്തെ മിനിറ്റിൽ ആ പെനാൽറ്റി ലൗറ്ററോ ഗോളാക്കി മാറ്റുന്നു. പിന്നീട് ജൂലിയാനോ സിമിയോണിയുടെ ഒരു ഗോളാണ് 55ാമത്തെ മിനിറ്റിൽ പിറന്നത്. നല്ല ഒരു ടീം പ്ലേ ആയിരുന്നു അത്. ലൗറ്ററോയുടെ ബാക്ക് പാസ് സ്വീകരിച്ച സിമിയോണി അത് ഗോളാക്കി മാറ്റി. അങ്ങനെയാണ് എതിരില്ലാത്ത 2 ഗോളുകൾക്ക് ഹോണ്ടുറാസിനെ ഇപ്പോൾ അർജന്റീന പരാജയപ്പെടുത്തിയിട്ടുള്ളത്. മെസ്സി ഈ മത്സരത്തിൽ കളിച്ചിരുന്നില്ല, പരിക്ക് മൂലം അദ്ദേഹത്തിന് വിശ്രമമായിരുന്നു. മത്സരത്തിൽ അർജന്റീന തന്നെയാണ് ആധിപത്യം പുലർത്തിയത്, പക്ഷേ കൂടുതൽ ഗോളുകൾ നേടാൻ അവർക്ക് സാധിക്കാതെ പോവുകയായിരുന്നു. ഇനി ഇതോടൊപ്പം മറ്റൊരു കാര്യം കൂടി ഇവിടെ പറയേണ്ടതുണ്ട്. അതായത് ഇന്നലെ അർജന്റീൻ താരമായ ബാലർഡി വേൾഡ് കപ്പിൽ നിന്നും പുറത്തായിരുന്നു. സെന്റർ ബാക്കായ ഇദ്ദേഹത്തിന് പരിക്ക് പിടികൂടുകയായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് വേൾഡ് കപ്പിലെ സ്ഥാനം നഷ്ടമായത്. അദ്ദേഹത്തിന്റെ പകരം ആരെ സ്കലോണി വിളിക്കും എന്നുള്ളത് ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കാര്യമാണ്. പ്രധാനമായും 2 ഓപ്ഷനുകളാണ് ഇവിടെയുള്ളത്. ലുക്കാസ് മാർട്ടിനസ് കോർട്ട, അതുപോലെ തന്നെ മാർക്കോസ് സെനസി. ഈ 2 താരങ്ങളിൽ ഏതെങ്കിലും ഒരു താരത്തെ വിളിക്കും എന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കപ്പെടുന്നത്. നമുക്കറിയാം 55 അംഗ പ്രാഥമിക സ്ക്വാഡിൽ ഉള്ള താരങ്ങളെയാണ് വിളിക്കാൻ സാധിക്കുക. അങ്ങനെ വരുമ്പോൾ ഒരുപാട് പ്രതിരോധ നിര താരങ്ങളെ അവിടെ ഇപ്പോൾ അർജന്റീനക്ക് ലഭ്യമാണ് എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. അതായത് അഗുസ്റ്റിൻ ഗിയായി, നിക്കോളാസ് കപ്പാൽഡോ, കെവിൻ മാക്കാലിസ്റ്റർ, കോർട്ട, മാർക്കോസ് സനസി, ജർമൻ പസല്ല, ലൗറ്ററോ ഡി ലോലോ, സൈദ് റൊമേറോ, മാർക്കോസ് അക്യൂഞ്ഞ, ഗബ്രിയേൽ റോഹാസ്. ഇവരിൽ ഏത് താരത്തെ വേണമെങ്കിലും സ്കലോണിക്ക് ടീമിൽ ഉൾപ്പെടുത്താം എന്നുള്ളതാണ്. ഇതിൽ കെവിൻ മാക്കാലിസ്റ്റർ, അതുപോലെ തന്നെ കോർട്ട, സനസി, പെസല്ല എന്നിവരൊക്കെ സെന്റർ ബാക്ക് പൊസിഷനിൽ കളിക്കുന്ന താരങ്ങളാണ്. ഇനി അതോടൊപ്പം മറ്റൊരു റൂമർ കൂടി ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട്. അതായത് 55 അംഗ പ്രാഥമിക സ്ക്വാഡിൽ ഇല്ലാത്ത ഒരു താരത്തെ ഉൾപ്പെടുത്താൻ സ്കലോണി ആലോചിക്കുന്നു എന്നാണ് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത്. അതായത് അർജന്റീന ടീമിനോടൊപ്പം ട്രെയിനിങ് നടത്തിയ യുവതാരങ്ങളിൽ ഒരാളാണ് ഇഗ്നാഷിയോ ഒവാൻഡോ. 18 വയസ്സ് മാത്രമുള്ള സെന്റർ ബാക്കാണ് ഇദ്ദേഹം. റൊസാരിയോ സെൻട്രലിന് വേണ്ടി കളിക്കുന്ന താരമാണ് ഇദ്ദേഹം. ഇദ്ദേഹത്തെ സ്കലോണി പരിഗണിക്കുന്നു എന്ന ഒരു റൂമർ കൂടി ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട്. 55 അംഗ പ്രാഥമിക സ്ക്വാഡിൽ ഇദ്ദേഹം ഇല്ല. എന്നിരുന്നാലും ഫിഫയോട് ഒരു റിക്വസ്റ്റ് ഒക്കെ നൽകിക്കൊണ്ട് ഇദ്ദേഹത്തെ ഉപയോഗപ്പെടുത്താനുള്ള, അഥവാ ഫിഫയുടെ ഒരു പ്രത്യേക പെർമിഷനോട് കൂടി ഇദ്ദേഹത്തെ ഉപയോഗപ്പെടുത്താനുള്ള ഓപ്ഷൻ അർജന്റീനക്ക് ലഭ്യമാണ്. സ്കലോണി അത് ഉപയോഗപ്പെടുത്തുമോ എന്നുള്ളത് കാത്തിരുന്നു കാണേണ്ട കാര്യമാണ്. ഇഗ്നാഷിയോ ഒവാൻഡോ എന്ന താരത്തെ കൂടി സ്കലോണി പരിഗണിക്കുന്നു എന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. ഏതായാലും ബാലർഡിക്ക് പകരം അദ്ദേഹം ഏത് താരത്തെ കൊണ്ടുവരും എന്നുള്ളത് കാത്തിരുന്നു കാണേണ്ട കാര്യമാണ്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്ത ടീം വീണ്ടും കാണാം.